സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 3-ാം സങ്കീർത്തനം 5-ാം വാക്യം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുതലും താങ്ങും തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് പ്രതിസന്ധികളുടെ മധ്യത്തിലും ശത്രുക്കൾ തന്നെ ചുറ്റി വളഞ്ഞു നിൽക്കുമ്പോഴും സുഖകരമായ ഉറക്കത്തെക്കുറിച്ചും സന്തോഷകരമായ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെക്കുറിച്ചും ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറയുവാൻ ശ്രമിക്കുന്നത്. ഏതു പ്രശ്നങ്ങളുടെ മധ്യത്തിലും കർത്താവ് തന്നെ താങ്ങുമെന്ന് വിശ്വസിക്കുന്നതിന് മാത്രമേ മരണനിഴലിലും പേടിപ്പെടുത്തുന്ന ജീവിത സാഹചര്യത്തിലും സുഖനിദ്ര ലഭിക്കുകയുള്ളൂ. പത്രോസിനെ വിചാരണയ്ക്ക് ജനത്തിന് മുൻപിൽ നിർത്തുന്നതിൻ്റെ തലേ രാത്രിയിൽ 2 ചങ്ങലയാൽ ബന്ധിതരായി 2 പടയാളികളുടെ നടുവിൽ പത്രോസ് കിടന്ന് ഉറങ്ങുന്നതായി അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ കർത്താവിലുള്ള പൂർണ്ണ വിശ്വാസവും ആശ്രയവുമാണ് പത്രോസിനെ തടവറയുടെ അനുഭവത്തിലും സുഖകരമായി ഉറങ്ങുവാൻ പ്രേരിപ്പിച്ചത്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ആകുലതകളും പ്രതിസന്ധികളും നമ്മുടെ പല രാത്രികളിലെയും ഉറക്കം കെടുത്തിയിട്ടില്ലയോ? ദാവീദിനെ പോലെ, പത്രോസിനെ പോലെ നമുക്കും നമ്മുടെ കർത്താവിൽ ആശ്രയിക്കാം. സകല ഭാരവും ചിന്തകളും അവനിൽ ഭരമേൽപ്പിക്കാം. ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി നമ്മെ കാവൽ ചെയ്യുന്നവൻ്റെ കയ്യിൽ നാം സുരക്ഷിതരാണെന്നുള്ള ബോധ്യതയോടെ നിർഭയമായി കിടന്നുറങ്ങുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, സ്വസ്ഥതയോടെ കിടന്നുറങ്ങി പുതിയ പ്രഭാതം കാണുവാൻ കൃപ ചെയ്യണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.